പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയായി മാറി? നമുക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധവുമില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല. ഏറ്റവും ഒരു അപകടം ഇത്. അടിവരയിട്ട് കേൾക്കണം, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധമില്ല. ഇനി ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാലോ അതിന് തെറ്റാണെന്ന് അങ്ങനെ പറയാറുമില്ല. ഇപ്പൊ ഏറ്റവും ഒരു അവസ്ഥ എന്താണെന്നറിയോ? ദുനിയാവില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താണെന്നറിയോ? ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം ഇല്ലാതെ. പണ്ട്, വളരെ പണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വളരെ പണ്ട് മൊബൈലൊന്നും ഇല്ല. ആകെ ഒരു അന്യ പെണ്ണിനെ എങ്ങാനും ഒന്ന് നോക്കിയാൽ അതൊരു പാപമാണ്. ഉപ്പ വിളിച്ചിട്ട് അടിക്കും, ഇല്ലേ? എന്താ പറയാ? മൊബൈലില്ല, സാങ്കേതിക വിദ്യ. ഒന്ന് ചിന്തിച്ചോ, ഒരായത്ത് പറയാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചു നോക്ക്. മൊബൈലില്ല, ഫേസ്ബുക്ക് ഇല്ല, ചാറ്റിംഗ് ഇല്ല, ഒരു സാധ്യതയില്ല. ആകെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം പറയാനുള്ള ആകെ മാർഗം അവൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ തലേ ദിവസം രാത്രി ആരും അറിയാതെ, ഉപ്പയും വാപ്പയും ഉമ്മയും അറിയാതെ, ഹൃദയത്തിന്റെ ചിതറിത്തെറിച്ച വികാരങ്ങൾ ഈ എഴുതിയത് മാതിരി പേടിച്ച് വിറച്ച് വീട്ടിൽ നൽകാൻ പറ്റുന്ന വാപ്പ അറിയും. ആടിന് വളർത്തുന്ന ആട്ടുംകുട്ടി പോയിരുന്ന് ആട്ടുംകുട്ടിലിരുന്നിട്ട് ആരും അറിയാതെ വെള്ളപ്പേപ്പറിൽ എഴുതിയ പ്രണയലേഖനം രാവിലെ വരുന്ന കുട്ടിയെ കാത്തു നിന്ന് തെങ്ങിന്റെ മറവിൽ നിന്നോ അവൾ വരുന്ന സമയത്ത് പയ്യേറിയും അപ്പുറത്തെ മരത്തിന്റെ ചവിട്ടിൽ പോയി നമ്മൾ എടുക്കുന്നുണ്ടോ നോക്കും. ഇതാണ് പണ്ടത്തെ ഒരവസ്ഥ, അല്ലേ? എല്ലാം മുത്തഖീങ്ങൾ അവർക്ക് അങ്ങനെ വിഷയായിരുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് നോക്ക്, ഞാൻ തമാശ പറയാം. ഇങ്ങോട്ട് നോക്ക്. അറിഞ്ഞാൽ അന്ന് വാപ്പ തെങ്ങിൽ കെട്ടിയിട്ടിട്ട് മകനെ അടിച്ചിരിക്കും, ഉറപ്പാ, ഇല്ലേ? അങ്ങനെ അടി കൊണ്ട് എത്ര ആളുകളുണ്ട് ഇവിടെ? കൈവക്കി അവരിട്ടുണ്ട്. സാലിമസിനെ നല്ല അടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്ലസ് 1-നോ പ്ലസ് 2-നോ പഠിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ അവളുടെ കൂട്ടുകാരനുമായി വീട്ടിലേക്ക് വന്നാൽ ഒരു വാപ്പയോ ഉമ്മയോ അത് ചോദ്യം ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക ക്രമം മാറി. കാരണം അതവന്റെ ഫ്രണ്ട് മാറി. തെറ്റല്ല, അതാണ് ഏറ്റവും വലിയ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, ഇത് തെറ്റല്ല നമ്മൾ ഗണിച്ചു. 2, ഈ തെറ്റിന് എന്ത് ചെയ്യും? ആളുകളെ മുമ്പിൽ വീരവാദം പറയും. ഞാൻ ഇത്രയും തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആള് ഞാൻ തന്നെയാണ്. എന്റെ കൊല്ലം ചെറുപ്പക്കാരെ നോക്ക്. വൈകുന്നേരമാകുമ്പോൾ വെയിറ്റിംഗ് ഷെഡിലോ കടപ്പുറത്തോ അല്ലെങ്കിൽ 10 ഏക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലോ ഒന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുബാറക്കായ സ്ഥലം ശംഖുമുഖം ബീച്ചിലോ പാതിരാ സമയത്ത് 10 ചെറുപ്പക്കാർ വന്നാൽ ആ ചെറുപ്പക്കാർ പറയുന്ന കാര്യമല്ല, ഫേസ്ബുക്കിൽ എനിക്ക് എത്ര ലൈക്ക് ഉണ്ട്, എത്ര ആളുകൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എത്ര പേരുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ എനിക്കറിയാം, ആരൊക്കെയായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, ആരൊക്കെയായിട്ട് ഞാൻ സംഗമിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരുമൊക്കെ പാതിരാ സമയത്ത് ഒന്നിച്ച് വട്ടമിരന്ന് പരസ്പരം പറയുകയും ഏറ്റവും ഒരു പെണ്ണുമായി ബന്ധമുള്ളവൻ അവന് ശക്തവൻ കേവനാവുകയും അവനെ പൊട്ടിക്കാൻ നാളെ ഒരേറെ എവിടെ കിട്ടുമെന്ന് തേടി നടക്കുന്ന, തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിളിച്ചു പറഞ്ഞ് ഏറ്റവും തെറ്റ് ചെയ്യുന്നവൻ വലിയവനായി മാറുന്ന ഒരു ക്രമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഖുർആന്റെ ആയത്തിറങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ അതല്ലേ അവസ്ഥ? ആണോ അല്ലേ? ഇപ്പൊ മൊയ്ലിയാർ എങ്ങനെയായിരുന്നു? മൊയ്ലിയാർ നിങ്ങളെ പോലെ ചെറുതായിട്ട് വലുതായ ആളാ. മൊയ്ലിയാർ പെട്ടെന്നാണ് വലുതായതല്ല, മൊയ്ലിയാർ ചെറുതായിട്ട് വലുതായ ആളാ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഗണിക്കുക, അല്ലേ? തെറ്റ് ചെയ്യുന്ന വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്യുന്ന ഒരു ബോധമുണ്ടായാലേ അതിൽ നിന്ന് മാറും. തെറ്റ് ചെയ്യുന്നു മാത്രമല്ല, അത് പരസ്യമായിട്ട് വിളിച്ചു കൊല്ലം വെളിയിൽ പറയാൻ പറ്റില്ല. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് 23 വയസ്സുകാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
അവൾ പ്രസവിച്ച കുഞ്ഞിനെ ആരും അറിയാതെ അലമാരയിൽ അവൾ കൊന്നു ഒഴിച്ചു കൂടി. ഭർത്താവ് ഗൾഫിലാണ്. 23 വയസ്സുകാരി പെണ്ണ് 9 മാസവും 10 ദിവസവും ഗർഭിണിയായി. അവളുടെ വീട്ടിൽ ഒരു മനുഷ്യനെന്നിൽ അവർ സ്വന്തം ബെഡ്റൂമിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടിയുടെ പൊക്കിൾ കൊടി അവൾ തന്നെ കുടിച്ചു. ഇത് ആഫ്രിക്കയിലെയും ബ്രിട്ടനിലെയും കഥയിലെ നിങ്ങൾ ചിന്തിക്ക്. ആ പെണ്ണ് സ്വന്തം ഇതേ മനുഷ്യന്മാരെ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നണില്ലേ? നിങ്ങൾ എന്ത് തിരിപ്പായിരിക്കണേ? ആ പെണ്ണ് സ്വന്തമായി ആ പെൺകുട്ടിയുടെ അവൾ പ്രസവിച്ച കുഞ്ഞിന്റെ പൊക്കിൾ കൊടി ഒടിച്ചു മാറ്റി. ജനിച്ച കുഞ്ഞിനെ അരമാറിൽ ഒളിപ്പിക്കുമ്പോ 23 വയസ്സുകാരിക്ക് പോലും ഇത് 30 വയസ്സുകാരിയല്ല. ജീവിതം കണ്ടവളല്ല, കണ്ടു പഠിച്ചവളല്ല, പരിചയമുള്ളവരല്ല. ഈ സ്ത്രീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആവാസങ്ങളും അനാവശ്യങ്ങളും ലോകത്ത് പെരുകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി തമ്മാടിത്തരങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല, ആ തമ്മാടിത്തരങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ചിട്ട് ഉസ്താദേ ദുനിയാവിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തിൽ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല, ആഗ്രഹത്തെ പ്രേമിക്കാൻ തയ്യാറല്ല, ഈ നിഴലിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തിൽ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പോലെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെമ്മാടിത്തരമാണ് വലുതെന്ന് പറഞ്ഞ് ആലിമീങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ വിരൽ ചൂണ്ടി ആർഭാടത്തോടെ പറഞ്ഞു നിന്ന ആളുകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകള് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. കളവാലയത്തിന്റെ ഭർത്താവിനെ ചാരിയിരുന്നിട്ട് തങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തെ വിളിച്ചു പറഞ്ഞിട്ട് നേരെ നോക്കിയിട്ട് എടാ മുഹമ്മദേ ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരടാ, ഞങ്ങൾ ഇനി ചെയ്യുമടാ എന്ന് പറഞ്ഞിട്ട് വാഹിയാണ് ചാരിയിരുന്നിട്ട് അബീബായ നബിയുടെ മുമ്പിലേക്ക് നോക്കി പരിഹസിച്ചിട്ട് ഞങ്ങളെ വാത് പറഞ്ഞ് നന്നാക്കാതെ എവിടെ നിന്ന് വന്നടാ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഇയാൾ നമ്മളെ നന്നാക്കാൻ വന്നവരാണോ? കൽവാലയത്തിന്റെ ഭർത്താവിനെ നെഞ്ചിൽ വിരിച്ച് ചാരിയിരുന്നിട്ട് അബീബായ നബിയുടെ നേരെ നോക്കിയിട്ട് ആരെടാ മുഹമ്മദേ നീ ഞങ്ങളെ നന്നാക്കാൻ പ്രസംഗിക്കുന്നു? വാഹിയാണ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഞാൻ വ്യഭിചരിക്കാൻ വേണ്ടി നടന്നു, ധാരാളം പെണ്ണുങ്ങളുമായി ഞാൻ കിടപ്പുറങ്ങിട്ടുണ്ട്. ഇന്ന് രാവിലെ വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനെ തേടി നടന്നിട്ട് ഒരു പെണ്ണിനെ പോലും കിട്ടാതെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു ദിവസം വ്യഭിചരിക്കാൻ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ നിരാശയോടെ നടന്നു വരുമ്പോ എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോ അവളെ പിടിച്ചുകൊണ്ടുപോയി കിടപ്പുറങ്ങിട്ട് ഞാൻ വ്യഭിചരിച്ചെന്ന് ദേവാലയത്തിന്റെ ഭർത്താവിനെ ചാരി നിന്ന് വീരവാദം മുഴക്കിയപ്പോ മറ്റൊരുത്തൻ പറഞ്ഞിരുന്നറിയോ, വഴിയരിയിലൂടെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് കരുത്തറത്തിട്ട് മടിശീല പൊട്ടിക്കുന്നവനാണ് ഞാൻ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയുടെ പുറഭാഗത്തുള്ള പാറക്കെട്ടിൽ ഊരി പിടിച്ച വീരമായി ആളുമായിട്ട് ഞാൻ കാത്തു നിന്ന് ഒരാളെ പോലും വൈകുന്നേരം വരെ കിട്ടിയില്ല. അവസാന നിരാശയോട് ഇന്നൊരുത്തന്റെ കരുത്തറത്തിട്ട് മടിശീല പൊട്ടിക്കാൻ കഴിയില്ലല്ലോ നോക്ക് നിരാശയോടെ ഇരുന്നപ്പോഴാണ് എന്റെ വാപ്പ അതിലെ കടന്നു വന്നത്. എന്റെ വാപ്പയെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പയുടെ കരുത്തരത്തിട്ട് എന്റെ വാപ്പയുടെ മടിശീലയിലെ പറഞ്ഞ ഓട്ടിച്ചു കൊണ്ടുപോയി എന്ന് പരസ്പരം വീരമാണം പറഞ്ഞ ചെറുപ്പക്കാരെ അമ്മാന്റെ റസൂലിനെ പരിഹസിച്ചപ്പോ ഞങ്ങൾ ബലമുള്ളവരാണ്, ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ പണമുള്ളവരാണ്, നീ ഞങ്ങളെ വാഴ പറഞ്ഞ് നന്നാക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോ ഓ സമയത്താണ് ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ആ ഹബീബായ നബിയുടെ മനസ്സ് കണ്ടപ്പോ ആകാശത്തിൽ നിന്ന് നബി വന്നില്ലേ, നബിയെ അൽഹാകുമുത് തകാബുർ അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഓ നബി അവരോട് പറ, കഅബാലയത്തിന്റെ ഭർത്താവിനെ നെഞ്ചിൽ വിരിച്ചിട്ട് ആരാ ഞാൻ ഈ
പറയുക, ഭീമാപള്ളി എന്ന അല്ലാഹു അനുഗ്രഹം ചെയ്തൊരു തീരപ്രദേശത്ത് ജനിച്ചിട്ട് കല്ലിന്റെയും കഞ്ചാവിന്റെയും ചരസിന്റെയും അശ്ലീലത്തിന്റെയും അടിമകളായി ആര് പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല. അറിയാനൻ നജറു ഇലാഹീന ഇദാലൻ നജറു ബിഹി ഇല്ലാഹാന. ആരോട് കൂടെ പറപ്പിനോട് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് എന്റെ ചെറുപ്പക്കാരാ വീരവാദം മുടക്കുന്നെങ്കിൽ അള്ള ചോദിക്കുകയാണ്, എടാ തെമ്മാടി, എടാ തെമ്മാടി, അല്ലാഹുത്തകാസർ ഏതുവരെയാണ് നിങ്ങൾ നെഞ്ചിങ്ങനെ തിരിച്ചു നിൽക്കുക? ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മുഖത്ത് മണ്ണ് വാരി ഇടുന്നത് വരെയല്ലേ? അതുവരെ അല്ലാതെ നീ അഹങ്കാരം പറയോ? ഏതുവരെയാ? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മരത്തിൽ കിടത്തിയിട്ട് നിന്റെ സുന്ദരമായ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയമ്മേ തണ്ണീരടും ചേർത്ത് മണ്ണടിനാല് മറമാട് കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. നിന്റെ സുന്ദരമായ മുഖം പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ മറന്നു കിടക്കുമ്പോ ഈ കാണുന്ന പാട്ടിൽ കാണുന്ന ഈ മനുഷ്യന്റെ സുന്ദരമായ മുഖത്തേക്ക് അവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്തേക്ക് വിടുന്നത് പുഷ്പങ്ങളല്ല. ഇവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്ത് വിടുന്നത് റീത്തുകളല്ല, കല്ലും മണ്ണുമാണ് നിന്റെ വായിലേക്ക് വന്നടിക്കുന്നത്. ചാത്തമ്മാടി ഏതുവരെയാ നീ ഇത് പറയുക? പള്ളിക്കാട്ടിൽ നിന്നെ മലത്തിൽ കിടത്തുന്നത് വരെ അള്ള പറയുകയാണ്, അല്ല നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് നാളത്തെ സൂര്യോദയം കാണാമെന്ന് നീ വിചാരിക്കണ്ട. പുറകെ നീ നന്നായിട്ട് കാര്യം മനസ്സിലാക്കും, പുറകെ നന്നായിട്ട് നീ കാര്യം മനസ്സിലാക്കും, പുറകെ നീ പിന്നീട് കാര്യം മനസ്സിലാക്കും. എന്റെ മോനെ, ആർക്ക് വേണ്ടി 6 നിരപരാധികളെ രക്തം വീണ ഭീമാപള്ളിയുടെ തീരപ്രദേശത്ത് പിടഞ്ഞു വീണപ്പോ അവനാണ് കലാപക്കാരനെന്ന് ഇവിടുത്തെ സർവ്വ ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പോ ആരവനെ സഹായിക്കാനുണ്ടായിരുന്നത്? ആർക്കാണ് രക്തമുണ്ടായിരുന്നത്? അള്ളവർക്കല്ല. നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ ദുനിയാവിന്റെ പോക്ക്. ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ഇതിനെ കൊണ്ടുപോകുന്നതും ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ദുനിയാവ് അസലും മതൂബും ബിത്തൗമി, വിഷം പുരട്ട അമ്പാണ് എന്ന് നബി. വിഷം പുരട്ടിയ തേനാണ്, വിഷം പുരട്ടിയ തേനാണ് ദുനിയാവ്. ഈ വിഷം പുരട്ടിയ തേൻ നാക്കിൽ തൊട്ടിട്ട് നീ രുചിച്ചിട്ട് നടക്കാൻ ഇതിന്റെ ഉള്ളിൽ വിശ്വാസം നിനക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏതുവരെ പള്ളിക്കാട്ടി മലത്തിൽ കടന്ന പിന്നെ ബിൽഗേറ്റ്സും ഞാനും ഒരേപോലെ. ബിൽഗേറ്റ്സ് നിങ്ങളും ഒരേപോലെയാ. കാരണം അവന്റെ മുഖത്തേക്ക് വീഴുന്നത് മണ്ണാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഒരു ബോധം മനസ്സിലുണ്ടാവും. ഈ ഒരു ബോധം അപ്പൊ ചോദിക്കും, സ്ഥലം ദുനിയാവ് വേണ്ടേ? ഇവിടെ ദുനിയാവ് വേണം. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, വേണ്ടേ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വെള്ളം ഇങ്ങോട്ട് നോക്കി വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, ആഗ്രഹം വേണമെങ്കിൽ ദുനിയാവ് വേണം. പക്ഷേ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, പക്ഷെ വെള്ളം വള്ളത്തിൽ കേറിയ അല്ലേ? ഉസ്താദ് ദുനിയാവ് വേണം, വേണ്ടെന്ന് പറഞ്ഞ ദുനിയാവ് വേണം. പക്ഷേ വെള്ളത്തിന്റെ മീതെ കിടക്കാവൂ. വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ വെളിയിലേക്ക്, ദുനിയാവ് നമ്മുടെ ഉള്ളിൽ. എപ്പോ വിടണമെന്ന് വിചാരിച്ച അപ്പൊ വിടും. ഞാൻ ഇവിടെ നിർത്തിയിട്ട് പറയല്ലേ, നാളെ ഈ വാദം നിർത്തിയിട്ട് പ്രസംഗം നിർത്തിയിട്ട് ഒരു തൈക്കാമിന് പോയി സാദാ സീത ഇമാമാകണമെന്ന് തോന്നിയാൽ അതിന് പാകപ്പെട്ട മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുക. നിങ്ങൾ ആരും ഒരാണ്ട് ശങ്കിക്കണ്ട. ചില ആളുകൾ പറയുമ്പോൾ അവിടെ നല്ല സെറ്റപ്പിലല്ലേ ഇപ്പോൾ. ഞാൻ എൻ്റെ കൽബിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ഇന്ന് ഈ വാദം നിന്നു, നാളെ രാവിലെ 2000 രൂപ ശമ്പളത്തിന് ഒരു തൈക്കാവിൽ ഇമാമായിട്ടിരിക്കണം. പാകപ്പെടുത്തിയിട്ടാണ് നിൽക്കുക.
അള്ളാഹുനാക്കി തരട്ടെ. അല്ല ഇതില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയി, എന്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ദുനിയാവിൽ പോയോ അള്ളാഹു ഇത് ആരുടെ കയ്യിലും തരും, വാസിക്കന്റെ കയ്യിലും തരും, നല്ലവന്റെ കയ്യിലും തരും. തിരിച്ചേത് സമയത്ത് അവൻ എടുക്കും. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ. അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ. അള്ളാഹു പറഞ്ഞു ലതറവുന്നൽ ജഹീം, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നീ നരകത്തെ കാണുക എന്ന് ചെയ്യും. എന്തൊരു വാക്കാണ് ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് ഇറ്റിച്ചതാണ്. ഈ ഒരൊറ്റ സൂറത്ത് പഠിച്ചാൽ മതി, പിന്നെ ഒരു മനുഷ്യ തമ്മാടിയാവില്ല. അള്ളാഹ് ചോദിക്കാതെ തമ്മാടി നീ എപ്പോഴും വരെയാണ് നെഞ്ചും വിരിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുന്ന, ഞങ്ങളിത് നിർത്താനാ, ഞങ്ങൾ നിർത്തില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതുവരെ ലതറവുന്നൽ ജഹീം, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും മാറ്റി നിർത്തുമാറാകട്ടെ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോ 4 കാര്യങ്ങൾ ഓർക്കണം. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇവിടെ നോക്കിക്കോളൂ, പറയുന്ന കറക്റ്റായിരിക്കും. അല്ലാഹു നമ്മെ ആക്കി തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിഴലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയുണ്ട്. എന്തോ ഗ്ലാസ് കഴിച്ചൊക്കെ ആയിട്ട് ഇപ്പൊ ഒന്നും കൊടുക്കണം. അവിടെ അവിടെ മാറ്റി ദുനിയാവ് വേണ്ടാന്നൊരു കപ്പ് ചായ ഞാൻ ഒരു വ്യക്തി പാകപ്പെടുത്തിക്കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ചായ ഭക്ഷണമായിട്ട് വന്നാൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അവസാനം നമ്മൾ നന്നായിട്ടൊന്ന് ദുആ ചെയ്ത്, വെള്ളിയാഴ്ച ഒത്തിരി നാളായി നമ്മൾ ഒന്നിച്ചിരുന്ന് ദുആ ചെയ്തിട്ട് ഒന്ന് ദുആ ചെയ്ത് ചായ കുടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ അതിനു മുമ്പ് ഒരു 4 കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷെ ചെയ്യൂലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ പൊന്നു സഹോദരിമാരെ, ഈ പോക്കങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ നന്നാവാനാണ്. ഞാൻ ഈ മിനീസ് കേട്ടുമിട്ട് അരയ്ക്ക് റിപ്പോർട്ടില്ലാത്ത വസ്ത്രം ധരിച്ച് ഞാൻ ഇങ്ങനെ നടക്കും. കക്ഷത്തിൽ ഒരു ബാഗ് തോന്നി. മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് ഉണ്ടാവും. എന്തിനാണ് അള്ളാഹു? മരിപ്പ് വീട്ടിൽ മയ്യത്ത് കാണാൻ പോവാ പെണ്ണ്, ആ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടാവും. ആ ബാഗിന്റെ അകത്തോട്ട് ഒന്നും ഉണ്ടാവൂല. താനും ഇതെന്തിനാ തൂക്കിയിരിക്കണമെന്ന് അള്ളാഹു വരെ. മയ്യത്ത് കാണാൻ പോവാ, അപ്പഴും കക്ഷത്തുന്ന ഒരു ബാഗ്. ഇതെന്തിനാ? ഒരു ഭ്രമമാണിത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊരു കക്ഷത്ത് ബാഗില്ലെങ്കിൽ ഞാൻ അടാവില്ല. 4 പേര് നോക്കി കൊള്ളാവുന്നുള്ള കക്ഷത്തിലൊരു വാനിറ്റി ബാഗില്ലെങ്കിൽ മയ്യത്ത് വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഒരു ബാഗ് ഒരു കക്ഷത്തിൽ. അപ്പൊ മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗുണ്ട്. ഇത് പടിഞ്ഞാറിന്റെ സംഭാവനയാണ്. കാരണം പടിഞ്ഞാറിന്റെ പെണ്ണിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ബാഗ് ഉണ്ടാവും. അതിനകത്ത് എന്താന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറയുന്നില്ല. അത് അവൾക്ക് വഴിയരികിൽ മുഴുവനും ആവശ്യം വരുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് അതിനാണ് പടിഞ്ഞാറ്റിലെ പെണ്ണ് കയ്യിലൊരു ചെറിയ ബാഗ് എപ്പോഴും ഉണ്ടാവും. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് കണ്ടിട്ട് ഈ പാവം പച്ചപ്പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പച്ചപ്പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്ത് പൊട്ടിയാ? പച്ചപ്പൊട്ടി. അല്ലാതെ പിന്നെ എന്തിനാ വിളിക്കുക? പെണ്ണ് വൈകുന്നേരം 7 മണിക്ക് ചായ നിൽക്കുമ്പോ ടിവിയിൽ സീരിയലി വരും. ആ സീരിയലി വരുന്ന പെണ്ണ് കണ്ണിൽ ഗ്ലിസറിൻ വെച്ചിട്ടാണ് അവള് കരയണം, അല്ലേ? സാരി കൊടുത്ത് ഇപ്പോഴത്തെ ഒരു സീരിയൽ അഭിനയിക്കുന്ന പെണ്ണിന് 500 സാരി ഉണ്ടെന്നാണ്. എന്റെ മോൻ 1 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ സീരിയൽ, അവന് 8 വയസ്സായി. ആദ്യത്തെ സംവിധായകൻ മരിച്ചപ്പോയാലും മോനാ സംവിധായകൻ. സീരിയലെ കൊണ്ടാലും അതിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണിന് മിനിയാന്ന് സപ്ലിമെന്റിൽ കണ്ടത് അവക്ക് 500 സാരി ഉണ്ടെന്നാണ്. 500 സാരി ഒരു സാരി കൊടുത്ത് മുഖത്ത് പൗഡർ തേച്ച് കണ്ണിൽ ഗ്ലിസറിൻ തേച്ചിട്ടാണ് സീരിയലിലെ പെണ്ണിരുന്ന് കരയുന്നത്. നീ ഭീമാപ്പള്ളിയിൽ 24 ഇഞ്ചിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവള് ഗ്ലിസറിൻ തേച്ച് കരയുമ്പോ നീ കൂടെ പച്ച പൊട്ടി. അല്ല എന്താ പറയുക? പെണ്ണുങ്ങൾ വിചാരിക്കും ഇമാതിരി ദുവാ ചെയ്ത് അത് കേൾക്കാൻ വന്ന് കോണിപ്പടി കയറി ഇത്ര മോളിൽ കയറി ഇരുന്നിട്ട് അയാൾ നമ്മളെ പച്ചപ്പൊട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്. ആ പച്ചപ്പൊട്ടികളെ വിളിച്ചിട്ടുണ്ട്. പൊട്ടികൾ അല്ലാത്തൊന്നും പൊട്ടികളല്ല. ഈ പൊട്ടി മിനഹു പൊട്ടി നഹ പൊട്ടി. അപ്പൊ പച്ചപ്പൊട്ടികൾ എന്താ? അല്ലെങ്കിൽ പിന്നെ അവൾ കണ്ടിട്ട് കരയും. അവള് ക്രിസ്ത്യൻ വെച്ചിട്ട് കരഞ്ഞതാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ, അതുകൊണ്ട് വെറും ഒരു പച്ചപ്പൊട്ടിയാവാതെ പടിഞ്ഞാറിന്റെ ആവിഷ്കാരത്തിന്റെ പെണ്ണായി മാറാതെ അവള് വാണിജ്യകാവ് ചുമച്ചു. എടാ പച്ചപ്പൊട്ടൻ, നീ പച്ചപ്പൊട്ടൻ പച്ചപ്പൊട്ടൻ. നമുക്ക് ദുനിയാവിങ്ങനെ കാണാൻ എങ്ങനെ ഇങ്ങനെ വന്നിട്ട് പാട്ടിന്റെ അകത്തോട്ട് കയ്യങ്ങനെ ഇൻ ചെയ്തിട്ട് കച്ചവടമൊക്കെ കൊണ്ടേ ഏതായാലും റൂമിന്റെ വരുമാനമൊക്കെ കൂടുമ്പോ കറക്റ്റാണ്. എടാ പൊട്ട, നീ എന്തിനാണ് പോക്കറ്റിൽ കൈയിട്ടത്? അത് അമേരിക്കക്കാണ് ഇട്ടതാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് അവരുടെ കൈക്ക് തണുപ്പേക്കാതെ അവൻ പാട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടതാ. നമ്മളത് കണ്ടിട്ട് നമ്മളിപ്പോഴും നമുക്ക് അവൻ മതി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കേരളത്തിൽ ആകെ ഏത് ടൗണിൽ നോക്കിയാലും 2 പരസ്യമാണ് കൂടുതൽ. ഒന്ന്, UK പഠിക്കാൻ അവസരം. നോക്ക്, തിരുവനന്തപുരം മൊത്തം ഇലക്ട്രിക് പോസ്റ്റിലാണ് UK. എൻ്റെ മോനെ UK വിട്ട് പഠിപ്പിക്കണം. ഓ, അവൻ ആരിഫായി, ഔലിയായി. രണ്ടാമത് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന